പ്രിയ വിദ്യാർത്ഥികളെ, രണ്ടാം വർഷ ജിയോളജി വിദ്യാർത്ഥികൾക്കായുള്ള പാഠഭാഗത്തിൽ ഏഴാമത്തെ ചാപ്റ്ററായ എർത്ത്ക്വേക്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എർത്ത്ക്വേക്സ് എന്താണ്? എർത്ത്ക്വേക്സ് നമ്മൾ പറയും ഭൂമി കുലുക്കം ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. എർത്ത്ക്വേക്സ് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ എർത്ത്ക്വേക്സിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഭൂമിയിലെ പല സ്ഥലങ്ങളിലും ദിനംപ്രതി എന്നോണം എർത്ത്ക്വേക്സ് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെയൊക്കെ പത്രവാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എർത്ത്ക്വേക്സിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തെ സീസ്മോളജി എന്ന് വിളിക്കാം. അപ്പോൾ സീസ്മോളജി ഇസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് എർത്ത്ക്വേക്സ്. ശാസ്ത്രീയ രീതിയിൽ എർത്ത്ക്വേക്സിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തെ സീസ്മോളജി എന്ന് പറയുന്നു. അതുപോലെ ഈ എർത്ത്ക്വേക്സിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞരെ പൊതുവെ സീസ്മോളജിസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. ജിയോളജിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് എർത്ത്ക്വേക്സ്. സയൻറ്റിസ്റ്റ് ഹു സ്റ്റഡി എർത്ത്ക്വേക്സ് ആൻഡ് സീസ്മിസിറ്റി ആർ നോൺ ആസ് സീസ്മോളജിസ്റ്റ്. എർത്ത്ക്വേക്സിനെ കുറിച്ചും സീസ്മിസിറ്റിയെക്കുറിച്ചും കൂടുതലായി പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ സീസ്മോളജിസ്റ്റ് എന്ന് വിളിക്കുന്നു. എന്താണ് എർത്ത്ക്വേക്സ്? സഡൻ ഷെയ്ക്ക്, ഭൂമിയിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഷെയ്ക്കാണ് എർത്ത്ക്വേക്സിന് കാരണം. എർത്ത്ക്വേക്സ് ഉണ്ടാകുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഷെയ്ക്കാണ്. നമുക്കറിയാം, വിവിധ തരത്തിലുള്ള റോക്സ് ഭൂമിയിലുണ്ട്. വ്യത്യസ്ത സ്വഭാവമുള്ള ശിലകൾ ഭൂമിയിലുണ്ട്. ഭൂമിയിലെ ശിലകളിൽ ഫലം അനുഭവപ്പെടുമ്പോൾ വ്യത്യസ്ത രീതിയിൽ ഫലം അനുഭവപ്പെടാം. ടെക്ടോണിക് ഫോഴ്സ് വഴിയാവാം, മറ്റേതെങ്കിലും രീതിയിലാവാം. എന്താണെങ്കിലും ശിലകളിൽ ഫലം അനുഭവപ്പെടുമ്പോൾ ശിലകൾ ടെൻ ടു ബെൻഡ് ചെയ്യാം, ട്വിസ്റ്റ് ചെയ്യാം, ഫ്രാക്ചർ ആവാം, പൊട്ടാം. ശിലകളിൽ ഫലം അനുഭവപ്പെടുമ്പോൾ, ശിലകളിൽ ഫോഴ്സ് പ്രയോഗിക്കപ്പെടുമ്പോൾ ശിലകൾക്ക് ബെൻഡ് സംഭവിക്കാം, ട്വിസ്റ്റ് സംഭവിക്കാം, ഫ്രാക്ചർ സംഭവിക്കാം. ഡിഫറൻഷ്യൽ സ്ട്രെസ് ഉള്ള സ്ഥലത്തായിരിക്കും ഡിഫോർമേഷൻ സംഭവിക്കുന്നത്. അതായത് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, ഒരു പ്രത്യേക സ്ഥലത്ത് യൂണിറ്റ് പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് സ്ട്രെസ്. ഫോഴ്സ് പ്രയോഗിക്കപ്പെടുമ്പോൾ പലപ്പോഴും ഡിഫോർമേഷൻ സംഭവിക്കും. വ്യത്യസ്ത തലത്തിലുള്ള സ്ട്രെസ് ഏതെങ്കിലും പ്രദേശത്ത് പ്രയോഗിക്കപ്പെടുമ്പോഴാണ് ഡിഫോർമേഷൻ സംഭവിക്കുന്നത്, ഡിഫോം ചെയ്യുന്നത്, ഫോം തെറ്റുന്നത്, യഥാർത്ഥ രൂപത്തിന് മാറ്റം സംഭവിക്കുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. ഒന്ന് ടെൻഷണൽ സ്ട്രെസ്, മറ്റൊന്ന് കംപ്രഷണൽ സ്ട്രെസ്, മറ്റൊന്ന് ഷിയർ സ്ട്രെസ്. ടെൻഷണൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പൊതുവായ ഒരു സ്ഥലത്ത് നിന്നും 2 ഭാഗത്തേക്കായിട്ട് ഫലം പ്രയോഗിക്കപ്പെടുമ്പോഴാണ് ടെൻഷണൽ സ്ട്രെസ് ഉണ്ടാകുന്നത്. മറ്റൊന്ന് കംപ്രഷണൽ സ്ട്രെസ്, 2 ഭാഗത്തു നിന്നും ഒരു പൊതുവായ ബിന്ദുവിലേക്ക് അനുഭവപ്പെടുന്ന സ്ട്രെസ്സാണ് കംപ്രഷണൽ സ്ട്രെസ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ടെൻഷണൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലായിരിക്കും ടെൻഷണൽ സ്ട്രെസ് ഉണ്ടാവുക, ഈ രീതിയിൽ. അതേസമയം കംപ്രഷണൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു പൊതുവായ ബിന്ദുവിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ മധ്യഭാഗത്തിൽ ഇങ്ങനെ പൊന്തുകയോ താഴുകയോ ഒക്കെ ചെയ്യാം. ഈ രീതിയിലുണ്ടാകുന്ന സ്ട്രെസ്സിനാണ് കംപ്രഷണൽ സ്ട്രെസ് എന്ന് പറയുക. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന മറ്റൊരു സ്ട്രെസ് കൂടിയുണ്ട്. അപ്പോൾ ടെൻഷണൽ സ്ട്രെസ്, കംപ്രഷണൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ്, 3 തരത്തിലുള്ള സ്ട്രെസ് ഭൂമിയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഡിഫോർമേഷൻസ് സംഭവിക്കുന്നുണ്ട്. ഇലാസ്റ്റിക് ഡിഫോർമേഷൻ,
ഡക്റ്റൈൽ ഡിഫോർമേഷൻ, മറ്റൊന്ന് ഫ്രാക്ചർ അല്ലെങ്കിൽ റപ്ചർ. ഇലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഏതെങ്കിലും ശിലകളിൽ ഏതെങ്കിലും പ്രദേശത്ത് പ്രയോഗിക്കപ്പെടുമ്പോൾ ഫോഴ്സ് കൊടുക്കുന്നത് മാറിയാൽ ആ വസ്തു ഒറിജിനൽ പൊസിഷൻ കൈവരിക്കുക. അങ്ങനെയുള്ള സ്വഭാവത്തെ പറഞ്ഞ പേരാണ്, അങ്ങനെയുള്ള ഡിഫോർമേഷനെ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ. അതായത് ഒരു 10 ന്യൂട്ടൺ ബലം ഏതെങ്കിലും ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുമ്പോൾ പ്രയോഗിക്കൽ കഴിഞ്ഞ ശേഷം വസ്തു പഴയ പൊസിഷനിലേക്ക് തന്നെ മാറുക. ഇപ്പോൾ ഇലാസ്റ്റിക് വസ്തുക്കൾ, ഇപ്പോൾ റബ്ബറൊക്കെ കണ്ടിട്ടുണ്ടാവും, നമുക്ക് പിടിച്ച് വലിച്ചാൽ എത്ര വേണമെങ്കിലും വലിയും, പിടിവിട്ടാൽ ആ പഴയ പൊസിഷൻ തന്നെ എത്തിച്ചേരും. ഈ രീതിയിലുള്ള സ്വഭാവത്തെ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഡിഫോർമേഷനെ നമുക്ക് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയാം. മറ്റൊന്ന് ഡക്റ്റൈൽ ഡിഫോർമേഷൻ. ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് വസ്തുക്കൾക്ക് മാറ്റമുണ്ടാകുന്നു, എന്നാൽ ഫോഴ്സ് നീക്കം ചെയ്താൽ വസ്തു പഴയ പൊസിഷനിൽ ആകുന്നില്ല. അങ്ങനത്തെ അവസ്ഥയെ പറഞ്ഞ പേരാണ് ഡക്റ്റിലിറ്റി അല്ലെങ്കിൽ ഡക്റ്റൈൽ സ്വഭാവം എന്ന് പറയുന്നത്. നമ്മളൊരു സ്ഥലത്ത് ഫോഴ്സ് കൊടുക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് വസ്തുവിന് മാറ്റം സംഭവിക്കുന്നു, എന്നാൽ ഫോഴ്സ് നീക്കം ചെയ്താൽ വസ്തു പഴയ പൊസിഷനിൽ ആവുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ ഡക്റ്റൈൽ ഡിഫോർമേഷൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്വഭാവമുള്ള വസ്തുക്കൾ എന്നൊക്കെ പറയും. മറ്റൊന്ന് ഫ്രാക്ചർ. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് വസ്തുവിന് മാറ്റം സംഭവിക്കുന്നു. ഫോഴ്സ് കൊടുക്കൽ നിർത്തിയാൽ വീണ്ടും വസ്തു പഴയ പൊസിഷൻ തന്നെ ആവുന്നു. ദാറ്റ് ഈസ് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ. ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് വസ്തുവിന് മാറ്റം സംഭവിക്കുന്നു. ഫോഴ്സ് നീക്കം ചെയ്താൽ വസ്തു പഴയ പൊസിഷൻ ആവാതിരിക്കുന്നത് ഡക്റ്റൈൽ ഡിഫോർമേഷൻ. എന്നാൽ ഫസ്റ്റ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു, ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ആകുന്നു, വീണ്ടും ഡക്റ്റൈൽ ഡിഫോർമേഷൻ ആകുന്നു. വീണ്ടും നമ്മൾ ഫോഴ്സ് കൊടുത്താൽ ആ വസ്തു പൊട്ടാൻ കാരണമാകുന്നു, ഫ്രാക്ചർ ആകുന്നു അല്ലെങ്കിൽ പൊട്ടുന്നു. ആ സ്വഭാവമാണ് ഫ്രാക്ചർ എന്ന പേരിൽ നമ്മൾ പറയുന്നത്. റോക്സ് നിയർ ദ സർഫസ് ഓഫ് ദ എർത്ത് ബ്രിട്ടിൽ. റോക്സ് നിയർ ദ സർഫസ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വസ്തുക്കൾ പൊതുവെ ബ്രിട്ടിൽ സ്വഭാവമുള്ളതാണ്, പൊട്ടുന്ന സ്വഭാവമുള്ളതാണ്. വി ആക്റ്റഡ് അപ്പോൺ ബൈ ഡിഫറൻഷ്യൽ സ്ട്രെസ്. ഡിഫറൻഷ്യൽ സ്ട്രെസ് ആണ് ഫ്രാക്ചറിന് കാരണം. ഡിഫറൻഷ്യൽ സ്ട്രെസ്സാണ് ഫ്രാക്ചറിന് കാരണം, ബ്രിട്ടിൽ വസ്തുക്കൾ ഉണ്ടാവാൻ കാരണം. ഡിഫറൻഷ്യലായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഒരേ ഫോഴ്സ് കൊടുക്കുകയല്ല, വ്യത്യസ്ത തരത്തിലുള്ള ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഫ്രാക്ചർ എന്ന് പറയുന്ന സ്വഭാവം വസ്തുക്കൾക്ക് വരുന്നത്. ഒക്കർ വെൻ ഫാൾട്ട്സ് ഒക്കർ when brittle rocks fracture and there is displacement of one side of the fracture relative to the other side. ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ചില വസ്തുക്കൾക്ക് ആദ്യം ഇലാസ്റ്റിക് സ്വഭാവം ഉണ്ടാകുന്നു, പിന്നെ ഡക്റ്റൈൽ സ്വഭാവം ഉണ്ടാകുന്നു. വീണ്ടും നമ്മൾ കൊടുത്തൊരു പരിധിയിലപ്പുറമാവുകയാണെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് ബ്രേക്ക് ചെയ്ത് ആ വസ്തു പൊട്ടുന്നു. ആ പൊട്ടുന്നതാണ് ബ്രിട്ടിൽ സ്വഭാവം, ഫ്രാക്ചർ സ്വഭാവം പറയാം. എന്നാൽ പൊട്ടുന്ന ദിശയിൽ ആ വസ്തുവിന് ചലനമുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഫാൾട്ട്. ഫാൾട്ട് ഒക്കർ വെൻ ബ്രിട്ടിൽ റോക്സ് ഫ്രാക്ചർ ആൻഡ് ദർ ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഫാൾട്ടിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകും, ഫ്രാക്ചറിന് ജോയിൻറ്റിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവില്ല. ഫ്രാക്ചർ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പൊട്ടുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനചലനമുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫാൾട്ട് എന്ന് പറയുന്നു. ഫാൾട്ടിങ് ദ മോസ്റ്റ് വൈഡ് സ്പ്രെഡ് കോസ് ഓഫ് എർത്ത് ക്വേക്സ് ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫാൾട്ടിംഗ് ആണ്. ഫാൾട്ടിംഗ് മുഖേനയാണ് എർത്ത് ക്വേക്സ് ഉണ്ടാകുന്നത്. ഈ ഫാൾട്ടിംഗ് ഉണ്ടാവണമെങ്കിൽ ഡിഫറൻഷ്യൽ സ്ട്രെസ് വേണം. ഒരു വസ്തുവിൽ സ്ട്രെസ് പ്രയോഗിക്കപ്പെടുമ്പോൾ ഇലാസ്റ്റിക് സ്വഭാവം, പ്ലാസ്റ്റിക് സ്വഭാവം, പിന്നെ പൊട്ടൽ എന്ന് പറയുന്ന സ്വഭാവത്തിലേക്ക് എത്തുന്നു വസ്തു.
ഒരു വസ്തുവിലേക്ക് ബലം പ്രയോഗിക്കപ്പെടുമ്പോൾ അത് ബലം പ്രയോഗിച്ചതിന് ശേഷം ആ വസ്തു പഴയ പൊസിഷനിൽ തന്നെ വരികയാണെങ്കിൽ നമ്മളതിനെ ഇലാസ്റ്റിക് സ്വഭാവം എന്ന് പറയും. ഫോഴ്സ് കൊടുത്തതിന് ശേഷം വസ്തുവിൻ്റെ രൂപത്തിന് മാറ്റം സംഭവിക്കുക, ഫോഴ്സ് നീക്കം ചെയ്താൽ പഴയ പൊസിഷനിൽ എത്താതിരിക്കുന്ന ആ സ്വഭാവത്തെ ഡക്റ്റൈൽ സ്വഭാവം എന്ന് പറയുന്നു. വീണ്ടും നമ്മൾ ഫോഴ്സ് കൊടുത്താൽ ആ വസ്തുവിന് പൊട്ടൽ സംഭവിക്കുന്നു. ദാറ്റ് വി കാൾഡ് ഫ്രാക്ചർ അല്ലെങ്കിൽ ജോയിന്റ് എന്നൊക്കെ പറയാം. എന്നാൽ പൊട്ടുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനചലനമുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫോൾട്ടിംഗ് എന്ന് പറയുന്നു. ആ ഫോൾട്ടിംഗ് ആണ് എർത്ത് കാരണം. ഫോൾട്ടിംഗ് ആൻഡ് ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി. എർത്ത് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞു ഫോൾട്ടിംഗ് ആണ്. ഫോൾട്ടിംഗ് എന്ന് പറയുന്നത് ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് വസ്തുവിന് മാറ്റമുണ്ടാകുന്നു. വീണ്ടും വസ്തുവിൽ ഫോഴ്സ് അനുഭവപ്പെടുമ്പോൾ അതിന് വീണ്ടും ഇലാസ്റ്റിക് സ്വഭാവം, അത് പ്ലാസ്റ്റിക് സ്വഭാവത്തിലേക്ക് വരുന്നു. വീണ്ടും ഫോഴ്സ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് അതിന് പൊട്ടുന്നു. ഈ ഒരു സിദ്ധാന്തത്തെ നമുക്ക് പറയാം ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി. എർത്ത് ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി, പ്രപ്പോസ്ഡ് ബൈ H.H. റീഡ് ഇൻ 1906. 1906 H.H. റീഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി ആവിഷ്കരിച്ചത്. എർത്ത് ശാസ്ത്രീയ വിശദീകരണത്തിന് നമുക്ക് ഏറ്റവും അനുയോജ്യമായ സിദ്ധാന്തമാണ് ഫോൾട്ടിംഗ് ആൻഡ് ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി. അതിനെന്താണ് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ, എന്താണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ, എന്താണ് റപ്ചർ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം ഭൂമിയിൽ ഒരുപാട് ശിലകളുണ്ട്. ശിലകൾ സ്ട്രാറ്റ പോലെയാണ് കിടക്കുന്നത്. ഈ സ്ട്രാറ്റയിൽ സ്ട്രെസ് പ്രയോഗിക്കപ്പെടുമ്പോൾ ആ വസ്തുക്കൾക്ക് ഇലാസ്റ്റിക് സ്വഭാവം രൂപപ്പെടുന്നു. ഇലാസ്റ്റിക് സ്വഭാവം വീണ്ടും നമ്മൾ വസ്തുവിൽ ഫലം പ്രയോഗിക്കപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് അത് പ്ലാസ്റ്റിക് സ്വഭാവത്തിലേക്ക് മാറുന്നു. വീണ്ടും നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിന് ആ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിന് ഫോൾട്ട് സംഭവിക്കുന്നു അല്ലെങ്കിൽ റപ്ചർ സംഭവിക്കുന്നു. ഈ റപ്ചർ സംഭവിക്കുന്നത് ആ വസ്തു ഒറിജിനൽ പൊസിഷൻ ആവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ്. ഈ ഒരു ആശയമാണ് ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി. ഈ ചിത്രത്തിൽ നമുക്കിത് വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം നമുക്ക് ഒരു ലെയറായിട്ടുള്ള റോക്ക് സ്ട്രാറ്റ കാണാം. അതിൻ്റെ രണ്ട് ഭാഗത്തും നമ്മൾ ഫോഴ്സ് പ്രയോഗിക്കപ്പെടുമ്പോൾ പല രീതിയിൽ ഫോഴ്സ് ഉണ്ടാവാം. ടെക്ടോണിക് ആക്ടിവിറ്റിയുടെ ഫലമായിട്ട്, പ്ലേറ്റുകളുടെ ചലനത്തിൻ്റെ ഫലമായിട്ട്, മറ്റു പല പ്രവർത്തനങ്ങൾ കൊണ്ടും ഭൂമിയിലെ ചില പ്രദേശങ്ങളിൽ സ്ട്രെസ് അനുഭവപ്പെടാം. അങ്ങനെ സ്ട്രെസ് അനുഭവപ്പെടുമ്പോൾ അത് ഇലാസ്റ്റിക് ഡിഫോർമേഷനും പ്ലാസ്റ്റിക് ഡിഫോർമേഷനും റപ്ചറും ആയിട്ട് മാറുന്നുണ്ട്. ഫോഴ്സ് കൊടുക്കുന്നതിന് ഫലമായിട്ട് അത് ഇലാസ്റ്റിക് സ്വഭാവം കാണിക്കുന്നു, വളയുന്നു. വീണ്ടും നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അത് പ്ലാസ്റ്റിക് സ്വഭാവത്തിലേക്ക് എത്തുന്നു. വീണ്ടും നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ അളവറ്റ ചില പ്രത്യേക സ്ഥലങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെടും. ആ കേന്ദ്രീകരിക്കപ്പെടുന്ന സ്ഥലത്ത് അതിന് റപ്ചർ സംഭവിക്കുന്നു. റപ്ചർ സംഭവിക്കുമ്പോൾ അളവറ്റ ഊർജം, ശേഖരിക്കപ്പെട്ട അളവറ്റ ഊർജം പല തരംഗങ്ങളായിട്ട്, പല റേഡിയേഷനുകളായിട്ട് ഭൂമിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവഹിക്കുന്നു. ഈ റേഡിയേഷനാണ് സിസ്മിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇതാണ് എർത്ത് ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് വരുന്ന തരംഗങ്ങൾ. ഈ തരംഗങ്ങളെ സിസ്മിക് തരംഗങ്ങൾ എന്ന് പറയുന്നു. ഈ തരംഗങ്ങളാണ് പല രീതിയിൽ ഭൂമിയുടെ ഉള്ളിലേക്കും ഭൂമിയുടെ ഉപരിതലത്തിലൂടെയും സഞ്ചരിക്കുന്നു. ഇതാണ് എർത്ത് രൂപത്തിൽ നമുക്ക് പലതരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാക്കുന്നത്, നമുക്ക് പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഈ എർത്ത് ഒരു ഡിസാസ്റ്ററായിട്ട് മാറുന്നത്. എർത്ത് കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് വാക്കുകളാണ്. ഒന്ന് ഫോക്കസ്, മറ്റൊന്ന് എപ്പിസെൻറ്റർ. ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോസെൻറ്റർ എന്ന് വിളിക്കാറുണ്ട് ഫോക്കസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹൈപ്പോസെൻറ്റർ. ഫോക്കസ് ഈസ് ദ പോയിന്റ് ഓഫ് ഒറിജിൻ ഓഫ് എൻ എർത്ത് ഒരു എർത്ത് ഉണ്ടാകുന്ന പോയിന്റിനെ, എർത്ത് ഒറിജിനേറ്റ് ചെയ്യുന്ന
പോയിന്റിനെ നമുക്ക് ഫോക്കസ് എന്ന് പറയാം. അപ്പോൾ ഫോക്കസിലാണ് എർത്ത് രൂപപ്പെടുന്നത്. ഞാൻ കുറച്ച് മുന്നേ വിശദീകരിച്ച പോലെ അളവറ്റ ഊർജം ചില പ്രത്യേക പ്രദേശങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. സ്ട്രെസ് അനുഭവപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് പദാർത്ഥങ്ങൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇലാസ്റ്റിക് സ്വഭാവം, പ്ലാസ്റ്റിക് സ്വഭാവം ഒക്കെ ആയി മാറുന്നു. അങ്ങനെ അളവറ്റ ഊർജം ചില പ്രത്യേക പ്രദേശങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. അവിടെയാണ് ഫാൾട്ട് ഉണ്ടാകുന്നത്, അവിടെയാണ് റപ്ചർ ഉണ്ടാകുന്നത്. അങ്ങനെ റപ്ചർ ഉണ്ടാകുമ്പോൾ, ഫാൾട്ട് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രധാനപ്പെട്ട പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫോക്കസ്. ആ ഫോക്കസിൽ നിന്നാണ് റേഡിയേഷൻസ് പല ഭാഗത്തേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. The point on the surface of the earth directly above the focus is called the epicenter. The point on the surface of the earth directly above the focus is called epicenter. ഫോക്കസിന് നേർ മുകളിലായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന പോയിന്റിനെ നമുക്ക് എപ്പിസെന്റർ എന്ന് പറയുന്നു. അപ്പോൾ നമുക്കൊരു എർത്ത് ഉണ്ടായാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് അതിൻ്റെ ഫോക്കസ് എന്നാണ്. ഫോക്കസ് വളരെ ആഴത്തിൽ ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് അത്ര വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. അതായത് വളരെ അടിയിലാണ് ഫോക്കസ് എങ്കിൽ നമുക്ക് അപകടത്തിൻ്റെ തീവ്രത കുറവായിരിക്കും. അതേസമയം ഉപരിതലത്തിലാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കറ്റാസ്ട്രോഫിക് ആയിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എർത്ത് ഉണ്ടാകുന്ന പോയിന്റിനെ ഫോക്കസ് എന്ന് പറയാം. പോയിന്റ് ഓഫ് ഒറിജിൻ ഓഫ് എൻ എർത്ത് ഈസ് കാൾഡ് ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോസെന്റർ. ഫോക്കസ് മുകളിലായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന പോയിന്റിനെ എപ്പിസെന്റർ എന്ന് വിളിക്കുന്നു. ആ എപ്പിസെന്ററിലേക്ക്, ഫോക്കസിൽ നിന്ന് എപ്പിസെന്ററിലേക്കുള്ള ദൂരം, അതാണ് ഫോക്കസ് ദൂരം. അതാണ് എർത്ത് ആഴം എന്ന് പറയുന്നത്. എത്ര ആഴത്തിലാണ് എർത്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഫോക്കസും എപ്പിസെന്ററും മനസ്സിലാക്കേണ്ടതുണ്ട്. ഫ്രാക്ചർ ബിഗിൻസ് അറ്റ് ദ ഫോക്കസ്. ഞാൻ പറഞ്ഞു ഫോക്കസിലാണ് ഫ്രാക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് ഫോക്കസിലാണ് അളവറ്റ ഊർജം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഫ്രാക്ചർ ഉണ്ടാകുമ്പോഴാണ് ഈ ഊർജം വികിരണോർജമായിട്ട്, ഈ ഊർജം ഈ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഊർജം റേഡിയേഷനുകളായിട്ട്, ഇത് സീസ്മിക് വേവ്സ് ആയിട്ട് മറ്റു പല പ്രദേശങ്ങളിലേക്കും അത് സ്പ്രെഡ് ചെയ്യുന്നു റാപ്പിഡ്ലി, വളരെ വേഗത്തിൽ അലോങ് ദ ഫാൾട്ടിലൂടെ ഇത് പല പ്രദേശങ്ങളിലേക്കും ഇത് വ്യാപിക്കുന്നു. ഡെപ്തിനെ ബേസ് ചെയ്തിട്ടുള്ള ആണ് എർത്ത് പ്രധാനമായിട്ടും 3 ടൈപ്പ് എർത്ത് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് എർത്ത് ബേസ്ഡ് ഓൺ ഡെപ്ത്. ഡെപ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഫോക്കസിലേക്കുള്ള ദൂരം, അതാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഫോക്കസിലേക്ക്, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ആ ദൂരത്തിനനുസരിച്ച്, ആ ആഴത്തിനനുസരിച്ച് 3 തരത്തിലുള്ള എർത്ത് ഉണ്ട്. വൺ ഈസ് ഷാലോ ഫോക്കസ് എർത്ത്, മറ്റൊന്ന് ഇൻ്റർമീഡിയറ്റ് ഫോക്കസ് എർത്ത്, മറ്റൊന്ന് ഡീപ്പ് ഫോക്കസ് എർത്ത്. ഷാലോ ഫോക്കസ് എർത്ത് അധികം ആഴത്തിലല്ലാത്ത എർത്ത് എന്ന് പറയാം നമുക്ക്. അത് ഏകദേശം 0 മുതൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്ററിൽ എവിടെയെങ്കിലും ഫോക്കസ് വരിക, അങ്ങനെയുള്ള എർത്ത് നമുക്ക് പറയാം ഷാലോ ഫോക്കസ് എർത്ത്. ഇതായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് അപകടം ഉണ്ടാക്കുന്നത്. മറ്റൊന്ന് ഇൻ്റർമീഡിയറ്റ് ഫോക്കസ് എർത്ത്. ഡെപ്ത് 70 കിലോമീറ്ററിനും 350 കിലോമീറ്ററിനും ഇടയ്ക്കുള്ളത് ഉള്ള ഫോക്കസ് ദൂരം, 70 കിലോമീറ്ററിനും 350 കിലോമീറ്ററിനും ഇടയ്ക്കുള്ള അത്രയും ആഴമുള്ള എർത്ത് ഇൻ്റർമീഡിയറ്റ് ഫോക്കസ് എർത്ത് എന്ന് പറയുന്നു. മറ്റൊന്ന് 350നും 700നും കിലോമീറ്ററിന് ഇടയ്ക്കുള്ള ആ ഫോക്കസിനെ ഡീപ്പ് ഫോക്കസ് എർത്ത് എന്ന് പറയുന്നു. അപ്പം ഡീപ്പ് ഫോക്കസ് എർത്ത് 350 കിലോമീറ്ററിനും 700 കിലോമീറ്ററിനും ഇടയ്ക്ക് ആഴമുള്ള എർത്ത്. ചുരുക്കത്തിൽ 700 കിലോമീറ്ററിലേറെ ആഴമുള്ള എർത്ത് ഉണ്ടാകാറില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഷാലോ ഫോക്കസ് എർത്ത്, ഇൻ്റർമീഡിയറ്റ് ഫോക്കസ് എർത്ത്, ഡീപ്പ് ഫോക്കസ് എർത്ത്. ഫോക്കസിൻ്റെ ദൂരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് 3 തരത്തിലുള്ള എർത്ത് ക്ലാസിഫിക്കേഷനാണ് വിശദീകരിച്ചത്.